ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇറങ്ങിയതാ. പക്ഷേ ചന്ദ്ര വീട്ടില്ല. അവളെ കൂട്ടിക്കൊണ്ടുവന്നാൽ ചന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാ പറയുന്നേ. ശ്രുതിയാണെങ്കിൽ നല്ല വിഷമത്തില. അമ്മയും നിങ്ങളൊക്കെ മുകളിലായിരുന്നപ്പോഴാ ഭാമമെന്ന് പറഞ്ഞത്. ശ്രുതി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞാൽ അമ്മക്ക് വലിയ സന്തോഷമാവും. പക്ഷേ അമ്മയോട് പറയണ്ടെന്നാ ചന്ദ്ര പറയുന്നേ. അച്ഛമ്മയോട് പറയാതിരുന്നത് മോശമാവില്ലേ? എന്നായാലും അച്ഛമ്മ ഇത് അറിയേണ്ടതല്ലേ? അപ്പോ മുന്നേ പറയാത്തോണ്ട് അച്ഛമ്മയ്ക്ക് വിഷമാവും. അത് ചോദിക്കുകയും ചെയ്യും. അമ്മയ്ക്ക് വിഷമാവുന്ന പല കാര്യങ്ങളും അമ്മയുടെ മുന്നിലും നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു മരുമകൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അവളാണെങ്കിൽ ഇപ്പൊ ഗർഭിണിയും. ഇതൊക്കെ എങ്ങനെയാ പറയാതിരിക്കുക? അച്ഛാ, വീട്ടിൽ നടന്നതൊക്കെ അച്ഛമ്മയോട് മറച്ചു വെക്കുന്നതിന്റെ വിഷമം അച്ഛനെ പോലെ തന്നെ എനിക്കുമുണ്ട്. അച്ഛൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് എല്ലാം അച്ഛമ്മയോട് പറയാം. ഏയ്, കള്ളിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയല്ലേ? നീയൊന്നും മനസ്സിലാക്ക് ചന്ദ്രേ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? അമ്മയോട് എല്ലാം പറഞ്ഞ് ആ നിമിഷം ആ കള്ളിയെ കൂട്ടിക്കൊണ്ടുവരും. ഈ വീട്ടിൽ ഞാൻ വേണോ അതോ അവള് വേണോ? അത് നിങ്ങൾ തീരുമാനിക്ക്. എന്റെ പൊന്ന് ചന്ദ്ര, ഇത് നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ, അവൻ ഓർത്തിട്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു അച്ഛനാവാൻ പോവല്ലേ. ഓ അച്ഛൻ! ആ കള്ളി ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഓരോ കള്ളക്കഥ ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. അവള് പ്രഗ്നന്റ് ഒന്നും അല്ല. അവള് പറയുന്നത് എന്തും വിശ്വസിക്കുന്ന മണ്ടന്മാരെ വീട്ടിലുള്ളതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സുധി അച്ഛനാവാൻ പോത്രേ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സലിയുമല്ലോ. അതാ കള്ളിക്ക് അറിയാം. അതുകൊണ്ടാ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. ഇത് കള്ളല്ല, സത്യ. നമുക്കെല്ലാം അമ്മയോട് പറയാൻ ചന്ദ്രേ. നമ്മുടെ സുധിയല്ലേ, അവന് വേണ്ടിയിട്ട് നമുക്കവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. കെട്ടുതാലി അഴിച്ചിട്ടില്ല. എന്നായാലും അവൾ ഈ വീട്ടിലേക്ക് തന്നെ കയറി വരേണ്ടവളല്ലേ. ദേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവള് ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. നിങ്ങളെല്ലാരും കൂടി അമ്മയോട് പോയി പറഞ്ഞാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ ഈ വീട്ടില് ഞാൻ ഉണ്ടാവില്ല. ആ, ഇനി ഒരിക്കലും നിങ്ങളാരും എന്നെ കാണുകയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ വലുത് ആ കള്ളിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് അമ്മയോട് പറ. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തന്നേക്കാം. എന്താടാ ചെയ്യ? സുധി, അവനെന്താ പിഴച്ചേ? അച്ഛാ, അമ്മയൊക്കെ വലുതല്ലല്ലോ നമുക്ക് മറ്റാരും. നമുക്ക് ഈ വിഷയം വിടാം.